ഗംഗാധരൻ ഡോക്ടറിന്റെ മരുന്നിന്റെ കുറിപ്പടി വായിക്കാനില്ലോ ഇത്രയും പാട്. എന്തോരം അക്ഷരത്തെറ്റാടി. ഞാനങ്ങ് സഹിച്ചു. ഓ എടി മേരി, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ജോസ് 8-ലായിരുന്നോ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ജോസ് 8-ൽ തന്നെ അല്ലായിരുന്നോ? അതേ പിന്നെ അവൻ തോറ്റിട്ടില്ലല്ലോ. എന്താന്നറിയോ നിനക്ക്? ഞാൻ 5-ന്ന് 8 എത്തുന്നതും കാത്ത് മനഃപൂർവ്വം അവൻ തോറ്റുവിട്ടിരുന്നതാ. അത്രയ്ക്ക് ഇഷ്ടം അവൻ എന്നോട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയ എനിക്ക് ഇന്നേ കൊക്കത്തോട്ടത്തിൽ കാവല് നിൽക്കാനേ നീ വേറെ ആളെ നോക്കിക്കോ. അയ്യോ പൊന്നെ ചതിക്കല്ലേ. നീ അല്ലേടി എന്റെ ധൈര്യം. ഓരാത്തതിന് ആ ഡൊമിനിക്കൂല്ലേ കൂടെ? പഷ്ട് അവനെന്നെ കാണുന്നത് തന്നെ കല്യ. ഞാൻ എന്നാ ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ മേല. എനിക്ക് മരം കയറി എന്നുള്ള പേരിട്ടത് അവനാണോ നല്ല സംശയമുണ്ട്. ചിരിക്കണ്ട. മേരി മോളെ, നാരങ്ങ മിഠായി വേണോ? ചാമ്പങ്ങ വേണോ? അവനവനെ കൊണ്ടാവുന്ന പണി ചെയ്താ പോരെ. ആഹാ, മുട്ടുപൊട്ടി ചോര വരുന്നുണ്ടല്ലോ. വയ്യാത്ത പട്ടി എന്നാത്തിനായി കയ്യാലെ കയറാൻ നിൽക്കുന്നേ. കാണിച്ചേ, ഈ കമ്മ്യൂണിസ്റ്റ് ഉച്ചയുടെ നീരൊഴിച്ചാലേ ഇത് വേഗം കരിയും. വേണ്ട. അതിനെന്തിന്റെ അപ്പം കോൺഗ്രസ് ആയോണ്ടാണോ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതിന് നീ എത്രയുടെ എന്നോട് ചൂടാവുന്നേ? നിനക്കൊക്കെ ഉണ്ടല്ലോ ചോറിയാണത്തിന്റെ അല്ലേ പറിച്ചു തരേണ്ടത്. കാട്ടുപൂത്ത്. ആരും വന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. നീ പറയുന്നുണ്ടോ? ഞാനും വരുന്നു. പിന്നെന്തിനു വിളിച്ചേ? ആ മരം കയറി കത്രീനയുടെ തലയിൽ വെള്ളിടി വെട്ടണേ കർത്താവേ. എടാവേ, ആദ്യ ചുംബനത്തിന് വേണ്ടി 2 മില്ലിമീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാ അവളുടെ ഒടുക്കത്തൊരു വിസിലടി. വാ. ഡൊമിനിക്കേ, നീ എന്നതേ കാണിക്കുന്നത്? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ കറക്കണം, മനസ്സിലായി? അപ്പൊ അങ്ങനെ പൊക്കോളൂ. തോപ്രാംകുടി പള്ളിയിലെ പെരുന്നാൾ തുടങ്ങിയല്ലോ. മക്കളെ, നിന്റെ അമ്മച്ചിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടതെന്ന് പറയുമ്പോൾ ഇവളാണ് എൻ്റെ പെണ്ണ് എന്ന വിചാരത്തോടുകൂടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോയപ്പോഴാണ്. കൊച്ചുനാൾ പോലെ അവളെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ അക്കാലത്തൊക്കെ ഈ നാട്ടിലെ ഒരു പെണ്ണ് എന്നതിനപ്പുറം അവളെപ്പറ്റി വേറൊരു വിചാരം എനിക്കില്ലായിരുന്നു. പക്ഷേ ആ പള്ളിപ്പെരുന്നാളിലെ കൂട്ടുകാരികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങി പെരുന്നാൾ കാണാൻ വന്ന റബേക്ക, അന്ന് വരെ കാണാത്ത റബേക്ക, ഒരു മാലാഖയുടെ ചേലായിരുന്നു അവൾക്ക്. ആ ദിവസം മുതൽ എനിക്ക് ഇരിക്കപ്പുറത്തില്ലതായടാ. അവളോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ നെഞ്ചും കൂടെ പൊട്ടിപ്പോകുന്നൊരു തോന്നലായിരുന്നു. എന്നിട്ട് അപ്പനെപ്പോഴും അമ്മച്ചിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്? അന്നത് നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അന്നത്തെ കാലം അതല്ലേ. പിന്നെ ഞാൻ നോട്ടം കൊണ്ടും ചിരി കൊണ്ടും ചില്ലറ വേലത്തരങ്ങളൊക്കെ കൊണ്ട് എൻ്റെ ഇഷ്ടം അറിയിക്കാൻ പലതും പയറ്റ് നോക്കി. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ
അപ്പാ ടയറ് കീറി. കർത്താവേ, ഇനി ഇതും ചുവന്നോട്ട് പോണമല്ലോ. അപ്പാ എന്നാടാ? അപ്പൻ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താടാ? അമ്മച്ചിയോടുള്ള ഇഷ്ടം അപ്പൻ എങ്ങനെ അറിയിച്ചത്? നീ ആ കഥ ഇതുവരെ വിട്ടില്ലേ? എനിക്കെങ്ങനെ വിടാനൊക്കോ? എൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെ കഥയല്ലേ അത്? റബേക്കയെ എന്നും കാണാൻ വേണ്ടി ഞാൻ അവളുടെ അപ്പൻ്റെ ചായക്കടയിലെ പണിക്കാരനായി. അതിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു അവളും കുടുംബവും താമസം. എല്ലും മുറിയെ പണിയുണ്ടായിരുന്നെങ്കിലും കണ്ണു നിറയെ അവളെ കാണാൻ പറ്റില്ല എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല. പെട്ടെന്നായിരുന്നു ഒരു പട്ടാളക്കാരൻ്റെ കല്യാണാലോചന അവൾക്ക് വന്നത്. പെണ്ണ് കാണലും കല്യാണം ഉറപ്പിക്കലും ഇല്ല, ചടയെന്നും കഴിഞ്ഞു. കാശിന് ഗതിയില്ലാത്ത ഞാൻ അവളെ മറക്കാൻ ശ്രമിച്ചു. ഒരു പാതിരാത്രിക്ക് ആരോടും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം എൻ്റെ പിറകെ വന്ന് റബേക്ക ചോദിക്കുക, എന്നെ കൂടെ കൂട്ടാവോ പൗലച്ചായാന്ന്. അമ്മച്ചിക്ക് അപ്പനെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നല്ലേ? ഞാൻ അവളെ പ്രേമിക്കും മുമ്പ് തന്നെ അവളെന്നെ പ്രേമിക്കുന്നുണ്ടായിരുന്നില്ല മക്കളെ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അതെങ്ങനെയും ഏത് വഴിക്കെങ്കിലും അവരെ അറിയിച്ചിരിക്കണം. ഇല്ലേല് പറയാൻ പറ്റാതെ പോയ ഇഷ്ടത്തിൻ്റെ പിടച്ചിൽ മരണം വരെ നമ്മുടെ നെഞ്ചിലുണ്ടാവും. ഒരു ഞാവൽപ്പഴം തരൂ. അതെ, കാലിലെ മുറിവ് ഉണങ്ങിയായിരുന്നു കേട്ടോ. എന്ത്? അല്ല, അന്ന് ടാക്കീസി വെച്ച് ചോദിച്ചില്ലായിരുന്നോ മുറിവ് ഭേദായോന്ന്? ഓണപ്പരീക്ഷയുടെ ജോബത്തിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണും. മേരി, എന്താ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? ടീച്ചർ നോക്കുന്നു. ജോസെ, എന്നാ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? റഷ്യൻ വിപ്ലവം, ഉപ്പ് സത്യാഗ്രഹ, ജാലിയൻവാല ബാഗ്. ഡൊമിനിക്കിനോട് ചോദിക്കി. ഡൊമിനിക്ക്, മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപത്തിന് പകരം ഞാൻ അവൾക്ക് കൊടുത്തത് പ്രണയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ കലാപങ്ങളായിരുന്നു.
എന്നാത്ര എന്നെ കാണണമെന്ന് പറഞ്ഞേച്ചേ? ഡൊമിനിക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? ആ കാര്യം പറ. ഡൊമിനിക്ക് ഒന്ന് വിറ്റ് തരാവോ? സ്വർണ്ണമല്ലയോ ഇത്? അമ്മച്ചിയുടെ ആകെയുള്ളൊരു സമ്പാദ്യമായിരുന്നു. ഇപ്പൊ അപ്പച്ചനെ വെല്ലൂര് കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഡൊമിനിക്ക് ഇതാ തട്ടാങ്കൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് വിറ്റ് തരണം. പുള്ളിക്കാരനും ഞങ്ങളും തമ്മിൽ ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള പിണക്കത്തിലാണ്. അല്ലെങ്കിൽ അമ്മച്ചി നേരിട്ട് പോയനെ. ഡൊമിനിക്കിന് ബുദ്ധിമുട്ടാണേ വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. താ താ. എന്നോട് ഇത്ര ഇഷ്ടമുള്ള ഒരാളെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ വയ്യ. എന്നാലും നീ എന്നെ വേണ്ടാന്ന് വെച്ചേച്ച് ആ ഡൊമിനിക്കുമായിട്ട് കൂട്ടുകൂടിയപ്പം ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ കത്രീന? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ അവനെ കാണാറ് പോലുമില്ല. സത്യം പറഞ്ഞാ എനിക്കിപ്പോ അവനെ കാണുന്നത് തന്നെ പേടിയാ. എന്നാ വേണം? എനിക്ക് കത്രീനോടൊന്ന് സംസാരിക്കണം. പറ്റത്തില്ലെങ്കിലോ? മാറി നിന്നോ, അല്ലെങ്കിൽ തലടിച്ച് ഞാൻ പൊട്ടിക്കും. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെ. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ നിന്നെ തന്നെ കത്രീന. നീ കാരണം ഞാൻ കള്ളനെ. നിന്നോടുള്ള ഇഷ്ടം എന്നെ കള്ളനാക്കിയത്. നീ തകർത്ത് കളഞ്ഞ എൻ്റെ സന്തോഷങ്ങളൊക്കെ. എൻ്റെ അപ്പൻ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും വന്നതല്ല ഞാൻ. ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്നുകൂടി കാണണമെന്ന് തോന്നി. ഇനി ഒരിക്കലും കാണല്ലേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പോയേക്കുവാ. പറഞ്ഞറിയിക്കാനാകാത്ത വേദനയോടെ ഞാൻ എൻ്റെ നാടിനെ ഉപേക്ഷിച്ച് ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം യാത്രയായി. കാലം നമുക്കായി മാത്രം കാത്തുവെക്കുന്ന ചില തമാശകളുണ്ട്. ചിരിക്കുകയാണോ കരയുകയാണോ വേണ്ടതെന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത ചില വല്ലാത്ത തമാശകൾ. അസുഖം കുറവുണ്ട്. ആസ്പത്രിയിൽ നിന്ന് വന്നല്ലോ. കണ്ടില്ലായിരുന്നു. ഇന്നൊന്ന് പോകണം. മഴക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നനഞ്ഞില്ല.
നോക്കി ആ കല്ലെ ചവിട്ടി ചെറങ്ങ. ജോർജ് സാറിനെ ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്നും കാണാനില്ലല്ലോ. മുണ്ടക്കത്തേക്ക് മാറ്റം കിട്ടിയായിരുന്നു. ഓ അതാ കാണാത്ത. ഡോ മനുഷ്യ ഒന്ന് വേഗം വാ, അവിടെ കെട്ട് കഴിയാറായി കാണും. ശരിയപ്പോ പോയശം വരാം. പഴയ കാമുകന്റെ കല്യാണം കൂടെ അവളുടെ തിരക്ക്. എന്തായാലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീനയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. അതെ അതെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.